ഹലോ മൈ ഡിയേഴ്സ്. കുട്ടികൾ പാട്ടുപാടി രസിക്കുന്നതല്ല കേട്ടോ. അവർ ട്രിഗണോമെട്രി റേഷ്യോസിൻ്റെ വാല്യൂസ് ഏതെങ്കിലും മെത്തേഡിൽ പഠിക്കാനുള്ള മെത്തേഡ് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അത് ഇല്ലാണ്ട് അവർക്ക് അറിയാം മുന്നോട്ട് നീങ്ങില്ല എന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ട്രിഗണോമെട്രി നിങ്ങൾക്ക് ഈ സൈനും കോസും ടാനൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്തിനാ ഫ്യൂച്ചറിന് എന്തിനാ പഠിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോൾ എല്ലാവർക്കും അതുപോലെ അവിടെ ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ നമുക്കൊരു ബിൽഡിങ് വലിയ നല്ല ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അറിയില്ല എത്രയാണ്. നമ്മൾ ട്രിഗണോമെട്രി പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ ആര് പഠിച്ചാലും അവൻ താഴ്ത്തുനിന്ന് പറയും ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എങ്ങനെയാണെന്ന് അവന് പറയാൻ അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്വിമ്മിങ്ങൊക്കെ അറിയാം, പക്ഷേ നമുക്കൊരു റിവർ ക്രോസ് ചെയ്യണം. അപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമുക്കറിയില്ല. മനസ്സിലായോ? നമുക്ക് സ്വിമ്മിങ് അറിയാം, 50 മീറ്റർ വരെ സ്വിമ്മിങ്ങുള്ള കപ്പാസിറ്റി നമുക്കുള്ളൂ. പക്ഷേ റിവറിൻ്റെ വിഡ്ത്ത് അറിയാണ്ട് നമ്മളതിൽ പോവുകയും ചിലപ്പോൾ ഇടയ്ക്ക് പെട്ടു എന്ന് വരും അല്ലേ. അപ്പോൾ ആ വിഡ്ത്തിനെ കണ്ടുപിടിക്കാം ബൈ യൂസിങ് ട്രിഗണോമെട്രി. അപ്പോൾ ട്രിഗണോമെട്രി കൊണ്ട് പല പല യൂസുകളുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 stars അല്ലേ, സ്റ്റാറുകൾ ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് പറ്റില്ല, സ്കെയിലും കൊണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രി ഉപയോഗിച്ചിട്ടും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എഞ്ചിനീയറിങ്ങിലും അവരൊക്കെ ഉപയോഗിക്കുന്ന ട്രിഗണോമെട്രി തന്നെയാണ്. അങ്ങനെ ഫ്യൂച്ചറിന് ഇതല്ലെങ്കിൽ വേറെ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് ഇറങ്ങാം. കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ അതൊക്കെ പറ്റും. അതിനെ കുറച്ച് ആംഗിളുകൾ നമ്മൾ ബൈകാട്ട് ചെയ്യണം. ബേസിക്കായിട്ട് കുറച്ച് ആംഗിളുകൾ ബൈകാട്ട് ചെയ്യണം. അത് നമുക്ക് എല്ലാം ബൈകാട്ട് ചെയ്യണം നമ്മളിവിടെ പറ്റില്ല. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് അതിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഞാൻ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രിഗണോമെട്രി റേഷ്യോ നമുക്ക് അറിയാമെന്ന് ചോദിക്കണം. കുറച്ച് അറിയാനുള്ള ഐഡിയകൾ കുട്ടികൾക്ക് സൈനും കോസും ടാനും കൊസിക്കും സീക്കും കോട്ടാന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ 6 ഉണ്ട്, ഇങ്ങോട്ട് 5 ഉണ്ട്. 6 × 5 30 വാല്യൂസ് നമ്മൾ എങ്ങനെയെങ്കിലും ബൈഹാർട്ട് ചെയ്യണം. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ബൈഹാർട്ട്. അത് ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നല്ലാന്ന് എനിക്കറിയാം, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ചുളിവിൽ പഠിക്കാം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അതിനൊരു പണിയൊന്നുമില്ല. നമ്മൾ ഈ ഫസ്റ്റ് റോ മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് റോ മാത്രം പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അതെങ്ങനെയും പഠിക്കാൻ നോക്കണം. അതിന് പല മെത്തേഡുകളുണ്ടെന്ന് ഞാൻ ഒരു മെത്തേഡ് കാണിച്ചത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശ്രമിക്കുക കേട്ടോ. ബൈഹാർട്ട് ചെയ്ത് കുഴപ്പമില്ല. ഏറ്റവും നല്ലത് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 അതൊക്കെ എഴുതാറിയല്ലോ. 0, 1, 2, 3, 4 എന്ന് എഴുതുക. അതിൻ്റെയൊക്കെ റൂട്ട് കാണണം. 0, 1, 2, 3, 4 എന്ന് എഴുതിയിട്ട് അതിൻ്റെയൊക്കെ റൂട്ട് കാണുമ്പോൾ ഒരു ആൻസർ കിട്ടും. അതിനെ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആംഗിളായി. ഓരോന്നിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. ബൈഹാർട്ട് ചെയ്യുന്നു വേണ്ടെന്നേ. 0, 1, 2, 3, 4 മനസ്സിൽ വരയ്ക്കുക. ഞാൻ റൂട്ട് കാണും, ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മാത്രം ആലോചിച്ച് വെച്ച് കഴിഞ്ഞു. അപ്പോൾ റൂട്ട് 0, 0, 0/2 = 0. റൂട്ട് 1 അത് 1 ആണ്, 1/2 ഫസ്റ്റ് സെക്കൻഡ് ആൻസർ. റൂട്ട് 2/2 അതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന സ്റ്റെപ്പ്. ഈ 2 എന്ന് പറഞ്ഞാൽ √2 × √2 ആണ്. 2 മീൻസ് √2 × √2 ആണ്. അപ്പോൾ ഒരു റൂട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഒരു റൂട്ട് ബാലൻസ് ഉണ്ടാവും. അങ്ങനെ അത് മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. 1/√2 ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. 2 എന്നുള്ളത് √2 × √2, 1 √2 വി ക്യാൻ ക്യാൻസൽ, ദെൻ 1/√2. തേർഡ് √3/2 ഒന്നും ചെയ്യില്ല, അത് ആൻസർ √3/2. √4 √4 is 2. അപ്പോൾ 2/2 = 1. കഴിഞ്ഞു. നമ്മൾ പഠിക്കാനുള്ളത് കഴിഞ്ഞത് മാത്രമേ പഠിക്കുള്ളൂ. 0, 1, 2, 3, 4 റൂട്ട് കാണുന്നു. 2 കൊണ്ട് ഡിവൈഡ് നമ്മുടെ ആൻസറായി. പറ്റുമെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്യുക. 0, 1/2, 1/√2, √3/2, 1 പഠിച്ചു വയ്ക്കുക. 0, 1/2, 1/√2, √3/2, 1. റിവേഴ്സും പഠിച്ച ഉപകാരമുണ്ടോ? 1, √3/2, 1/√2, 1/2, 0 കഴിഞ്ഞു. ഇത്രയേ വേണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞറിയാൻ വരാമെന്നുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെ വന്നേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നോക്കി ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. നമുക്ക് ഫസ്റ്റ് റോ കിട്ടിയപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ സൈൻ വാല്യൂ കിട്ടാനുള്ള റൂൾ ഇതാണ്. √, ഫിംഗേഴ്സ് ബിലോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആംഗിളിന്റെ താഴെയുള്ളത് √, ഫിംഗേഴ്സ് ബിലോ / 2 ചെയ്താൽ നമ്മുടെ ആൻസർ ആയിരുന്നു. അപ്പോൾ എനിക്ക് സൈൻ 0 ആണ് ആവശ്യം. നമുക്ക് 0 ഒന്ന് പഠിച്ചു കഴിഞ്ഞു. പഠിക്കാത്ത കുട്ടികൾ സൈൻ 0 ഇതാണ് 0. 0യുടെ താഴെ ഫിംഗേഴ്സ് ഉണ്ടോ? ഫിംഗേഴ്സ് ബിലോ ഒന്നുമില്ല, 0 തന്നെയാണ്. അപ്പോൾ √0 എത്ര? 0/2 നമ്മുടെ എഴുതി തരം കിട്ടി 0. എനിക്ക് 30 ആണ് വേണ്ടത്. ഇതാണ് 30യുടെ ആംഗിൾ. അപ്പോൾ സൈൻ 30 ആണെങ്കിൽ ഫിംഗേഴ്സ് ബിലോ ഓൺലി 1 ഫിംഗർ. അപ്പോൾ √1/2 √1/2 എത്ര? 1, 2 നമ്മുടെ എഴുതി തന്നെ. അങ്ങനെ ഞാൻ എഴുതിയിട്ടുള്ളത്, വെറുതെ എഴുതിയിട്ടില്ലല്ലോ. അങ്ങനെ നമുക്ക് സൈൻ വാല്യൂ 5 കണ്ടുപിടിക്കും. ഇനി കോസ് ആണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഫിംഗേഴ്സ് ബിലോന് പകരം ഫിംഗേഴ്സ് എബോവ്. ഇപ്പോൾ cos 30 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ cos 30 ഫിംഗേഴ്സ് എബോവ് 1, 2, 3 അതിൻ്റെ √3/2 ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. √3/2 അത് കോസിൻ്റെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും, സൈൻ മാത്രം പഠിച്ചാൽ മതി. ഇനി അങ്ങനെ ബാക്കിയുള്ളത് എല്ലാം കണ്ടെത്താന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതെന്ന് പറയാം കേട്ടോ. 0,
1/2 1/√2 √3/2 1. കോസ് വാല്യൂ കിട്ടാൻ സൈനിന്റെ റിവേഴ്സ് എഴുതിയ നമ്മുടെ ആൻസറായി. സൈൻ അങ്ങോട്ട് എത്തിയാൽ അതിന്റെ റിവേഴ്സ് എഴുതിയാൽ കോസ് വാല്യൂ എഴുതിയ അവിടെ 1 √3/2 1/√2 1/2 0. കോസ് കിട്ടിയപ്പോൾ ബൈ കാട്ടിയതൊന്നുമില്ല, നമ്മൾ ബൈ കാട്ടിയതില്ല, നമ്മൾ ആലോചിച്ചു സൈനിന്റെ റിവേഴ്സ് ആണ്. ബിക്കോസ് ദേ ആർ കോംപ്ലിമെന്ററി ആംഗിൾ. സൈൻ കോംപ്ലിമെന്ററി ആംഗിൾ ആണ് കോസ്. അതൊക്കെ പോട്ടെ, അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. റിവേഴ്സ് ആലോചിക്കുക. ഇനി ടാൻ വാല്യൂ കിട്ടാൻ നമ്മൾ ബൈ കാട്ടിയിട്ടില്ല. സൈൻ ബൈ കോസ് ആണ് ടാൻ എന്ന് മാത്രം അറിഞ്ഞു വെക്കുക. അത് കുട്ടികൾ പഠിച്ചവർക്ക് അറിയാം. സൈനിന്റെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ടാൻ ആണ് കിട്ടുന്നത്. നമ്മൾ അതേ റൂൾ അപ്ലൈ ചെയ്യാം. 0/1 0 1/2 ഡിവൈഡഡ് ബൈ √3/2. 2 ക്യാൻസൽ ചെയ്താൽ 1/√3. ഇവിടെ 1/√2 ഡിവൈഡഡ് ബൈ 1/√2 ആൻസർ 1. ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് √3/1 √3 1/0 നോട്ട് ഡിഫൈൻഡ്. ഇൻ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 0 വാല്യൂ ഇസ് നോട്ട് ഡിഫൈൻഡ്. ചില കുട്ടികൾക്ക് പറയാറുണ്ട് അതെങ്ങനെ പക്ഷേ ചില കുട്ടികൾ പറഞ്ഞ കുട്ടികൾ 10/0 0 കിട്ടിയത് ആൻസർ 1 അല്ലേ എന്ന്. അത് അവൻ്റെ കഴിവ്, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻ ഫ്രാക്ഷൻ ഡിനോമിനേറ്റർ 0 വാല്യൂ ഈസ് നോട്ട് ഡിഫൈൻഡ്. 1 crore/0 ഈസ് ഓൾസോ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ടാൻ കിട്ടി. ദെൻ കൊസീക്ക് സീക്ക് കോട്ട്, അത് നമ്മൾ കാട്ടിയണില്ല. കൊസീക്ക് സീക്ക് കോട്ട്. കൊസീക്ക് ഈസ് റെസിപ്രോക്കൽ ഓഫ് സൈൻ, സീക്ക് റെസിപ്രോക്കൽ ഓഫ് കോസ്, കോട്ട് റെസിപ്രോക്കൽ ഓഫ് ടാൻ. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽസ് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയില്ലേ. ഇവിടെ 0. ഇപ്പൊ കൊസീക്ക് എന്താ പറയുക 1/0 നോട്ട് ഡിഫൈൻഡ്. 1/2 അത് 2/1 2 1/√2 √2 √3/2 2/√3 1 1. ദെൻ സീക്ക് റെസിപ്രോക്കൽ ഓഫ് കോസ് നേരത്തെ പോലെ എഴുതിയാൽ മതി. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കൊസീക്കിന്റെ റിവേഴ്സ് നമ്മൾ സൈനിൽ നിന്ന് കോസിലേക്ക് വന്നാൽ മതി. റിവേഴ്സ് ഓഫ് കൊസീക്ക് സീക്ക് അങ്ങനെ എഴുതി അതേപോലെ ഇവിടെ നിന്ന് എഴുതിയാൽ നമ്മുടെ സീക്ക് കഴിഞ്ഞു. ലാസ്റ്റ് കോട്ട്. ഒന്നുകിൽ നമുക്ക് കോസ് ബൈ സൈൻ എടുക്കാം, അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ടാൻ എടുത്താൽ നമ്മൾ കോട്ട് പോയി. ഇത്രയേ പഠിക്കുന്നുള്ളൂ. നമ്മൾ ആകെ ഫസ്റ്റ് റോ മാത്രമേ പഠിക്കണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ നോക്കുക സൈൻ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ഇപ്പോൾ 118 217 360 ഒക്കെ വേണം +1 +2 വരുമ്പോൾ. അത് ഞാൻ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതിന് താഴെ ഞാൻ സ്പെഷ്യൽ ലിങ്ക് ഇട്ടുതരാം. അത് നോക്കിയാൽ നിങ്ങൾ പെർഫെക്റ്റ് ആയി. അപ്പോൾ ഫസ്റ്റ് റോ നിങ്ങൾ പഠിക്കാണ്ട് നടക്കില്ല കേട്ടോ. ഇനി നമുക്ക് മിഡിൽ റോ നോക്കി നോക്കിയേ. മിഡിൽ റോവിന് പ്രത്യേകതയുണ്ട്. ടി ഷേപ്പാണ് മിഡിൽ റോ. ഇവിടെ നോക്കിയേ സൈൻ 45ന്റെ വാല്യൂ 1/√2 ആണ്. കോസ് 45 ഈസ് ആൾസോ 1/√2. അപ്പോൾ രണ്ട് സെയിം ആയിട്ട് വരുന്ന ആംഗിൾ ഏതാ 45-ലല്ലേ. ടാനും കോട്ടും വാല്യൂ 1 1 തന്നെയാണ്. ടാനും കോട്ടും അതും 45 എന്നുള്ള ആംഗിളാണ്. കൊസീക്കും സീക്കും ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിളും 45-നാണ്. √2 അപ്പൊ ഇതും ഓർത്തേക്കും നല്ലതാണ് കേട്ടോ. അപ്പൊ സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് എ. വാട്ട് ഈസ് എ എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറയണം 45 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആംഗിൾ അറിഞ്ഞാൽ മാത്രം അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടി ഷേപ്പിൽ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് റോയും മിഡിൽ റോയും നിങ്ങൾ പഠിക്കണം. അപ്പോൾ സൈൻ 45 1/√2 കോസ് 45 1/√2 ടാൻ 45 1 അങ്ങനെ പഠിച്ചുണ്ടാക്കാൻ നമുക്ക് എളുപ്പമല്ല. അപ്പോൾ നമ്മൾ പോയം പോലെ പഠിക്കാം. അതാണ് നേരത്തെ കുട്ടികൾ പറഞ്ഞിരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. 45ന്റെ 1/√2 1/√2 1 √2 1 ഓർഡർ പഠിക്കും. ഒന്നിനും പറയാം 1/√2 1/√2 1 √2 1 ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഓരോന്ന് പറഞ്ഞേക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾ 2 പ്രാവശ്യം അടുപ്പിച്ച് പറഞ്ഞ ഇടയ്ക്ക് ബിറ്റൂന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മ്യൂസിക് വള്ളംകളി മ്യൂസിക്കിലേക്ക് മാറുകയാണ്. അത് അവനാണ് ഇഷ്ടമാണ് കേട്ടോ. ഞാനൊന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾ ശ്രദ്ധിക്കാം. 1/√2 1/√2 1 √2 1 തിത്തേ തക തക തകതേ 1/√2 1/√2 1 √2 1 ആ മ്യൂസിക് അങ്ങോട്ട് മാറി. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഫിലിം സോങ്ങിൻ്റെ ഏതെങ്കിലും സ്റ്റൈലൊക്കെ പാടണമെങ്കിൽ നിങ്ങൾ അവനവൻ്റെ ഇഷ്ടത്തിന് പഠിച്ചോ. ഈ പറഞ്ഞമാര് വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പഠിച്ചോ. അപ്പോൾ ഒരു കുട്ടിയുടെ പറഞ്ഞപ്പോൾ കുട്ടി അവൻ പാടിയ സ്റ്റൈൽ ഇങ്ങനെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ ഇങ്ങനെ പറഞ്ഞത് 1/√2 1/√2 1 √2 1 അതവൻ്റെ ഇഷ്ടം. എനിവേ നമ്മൾ ഫസ്റ്റ് റോയും ആ മിഡിൽ റോയും മിഡിൽ കോളവും നമ്മൾ എന്തായാലും പഠിക്കണം. അത് പഠിച്ചാലേ നമുക്ക് ഈ ട്രിഗണോമെട്രിയിൽ കൈയെടുക്കാൻ പറ്റുള്ളൂ. ഇത് കയ്യിലുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള ഞങ്ങളൊക്കെ നമുക്ക് പിന്നാലെ വന്നോളുന്നേ, അത് കുഴപ്പമില്ല. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ട്രിഗണോമെട്രി നമുക്ക് കയ്യിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ഹൈറ്റ് ആയാലും ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ ട്രിഗണോമെട്രി ഉപയോഗിക്കും. ഇത് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമുക്ക് പിന്നാലെ പറയാം. ഓക്കെ, താങ്ക് യു.